وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രലോഭനങ്ങളിലെ പ്രബോധനം. നാം ജീവിക്കുന്നതായ ഈ ജീവിതത്തിൽ നമുക്ക് ഉതകുന്നതായ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നാം ധാരാളം കടമകൾ കടന്നു പോകണം. നമ്മുടെ ജീവിതം എന്നുള്ളത് ഒരു യാത്രയാണ്. ആ യാത്രയുടെ അറ്റമുണ്ടാകും. ആ യാത്രയുടെ അറ്റത്തേക്ക് എത്തണമെങ്കിൽ ധാരാളം കടമകൾ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അതേപോലെ തന്നെതായ ഈ ഒഴുകുന്ന നദി, ആ ഒഴുകുന്ന നദിക്ക് ഒരു അണക്കെട്ടിട്ടാൽ ആ നദിക്കറിയാം അതിനെ കവിഞ്ഞൊഴുകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴും നാം നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി പ്രയത്നിക്കുമ്പോഴും നമുക്ക് ധാരാളം കടമ്പകൾ കടക്കണം. ആ കടമ്പകൾ കടക്കുമ്പോൾ നാം ധാരാളം ബുദ്ധിമുട്ടേണ്ടി വരും. പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത്, നാം നമ്മുടെ ചിന്തകളിലും നമ്മുടെ മാനസികമായ നിലകളിലും നാം നമ്മുടെ ഓരോ ലക്ഷ്യത്തിനും ഒരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതേപോലെ തന്നെ അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് അയച്ചതായ ഓരോ പ്രവാചകന്മാരും, ആ പ്രവാചകന്മാര് അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് അവർക്ക് ഓരോ ചുമതലകൾ നൽകിയായിരിക്കും. അല്ലാഹുവിന്റെ ദീന് അത് പ്രചരിപ്പിക്കണം. ഈ ഇന്ന് നാം കാണുന്നതായി ഇസ്ലാമിക ലോകം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന മാർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ധാരാളം കടമകളും ധാരാളം പ്രയാസങ്ങളും കഴിഞ്ഞുകൊണ്ടായിരുന്നു ദീന് പ്രചരിപ്പിക്കാൻ ഇറങ്ങിയത്. അത് അല്ലാഹു തആലയുടെ ഒരു പരീക്ഷണമാണ്. എന്നിരുന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രവാചകന്മാരും ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അവർക്ക് മുൻപിലുള്ള ഒരു ലക്ഷ്യം എന്നുള്ളത് അല്ലാഹു തആല നമ്മെ ഭൂമിയിലേക്ക് അയച്ചത് അല്ലാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാനാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടേതായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നാം നന്നായി പരിശ്രമിക്കണം. നമുക്ക് എൻ്റെ മനസ്സിൽ ഇന്ന ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമോ, ആ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ ഒരു വേവലാതിപ്പെടരുത്. അത് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും, അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും, അതെന്നെ കൊണ്ട് പറ്റും എന്ന് നാം മനസ്സിൽ ഉറച്ച് വിശ്വാസത്തോടു കൂടി നാം ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങണം. തിരിച്ചും ഒരു വ്യാപാരിയുടെ കഥയുണ്ട്. മനസ്സുകളെ അമ്പരം കൊള്ളിപ്പിച്ച ഒരു വ്യാപാരിയുടെ ഒരു കഥ. അദ്ദേഹത്തിന് ഒരു കഴുതയുണ്ട്. ആ ഉപ്പുമായി ആ കഴുത ഒരു പുഴ താണ്ടി അക്കരെ കടക്കണം. പുഴയിലെ ഒരു അരുവി താണ്ടി അക്കരെ കടക്കണം. ആ അക്കരെ കടക്കുന്നത് അതിൻ്റെ കഴുതയുടെ പുറകിൽ ഒരു ഉപ്പ് സഞ്ചിയുണ്ട്. ആ ഉപ്പ് സഞ്ചിയും എന്തി കഴുത ആ അരുവിയെ താണ്ടി നടക്കുമ്പോൾ വ്യാപാരിയും കൂടിയുണ്ട്. അപ്പോ കാല് തന്നെ ഈ കഴുതയും ഉപ്പും ആ വെള്ളത്തിലേക്ക് വീണു. അപ്പോ താമസിയാതെ കഴുത എണീക്കുമ്പോൾ ഭാരം കുറയുന്നതായി കഴുതയ്ക്ക് അനുഭവപ്പെട്ടു. വ്യാപാരി ഇതൊന്നും ശ്രദ്ധിക്കാതെ നേരെ കച്ചവട സ്ഥലത്തെത്തി അത് വിൽപ്പന നടത്തി. ശേഷം പിന്നീട് രണ്ടാമത്തെ ദിവസം കഴുത ഇതേ സ്ഥലത്തെത്തിയപ്പോൾ ഇതേ മാതിരിയാണ് അവിടെ വീണു. ശേഷം അങ്ങനെയായിട്ട് സഞ്ചരിച്ചു. മൂന്നാമത്തെ ദിവസം ഈ വ്യാപാരിക്ക് കഴുതയുടെ കെണി മനസ്സിലായപ്പോൾ വ്യാപാരി ഒരു തന്ത്രം പ്രയോഗിച്ചു. കഴുതയുടെ ഉപ്പുസഞ്ചിയോടൊപ്പം കഴുതയുടെ കൂടെ ഒരു സ്പോഞ്ച് വെച്ച്, ഒരു സ്പോഞ്ചല്ല, അതിന് ഉതകുന്നതായ സ്പോഞ്ച് വെച്ച് കഴുതയെ നടത്തി.
കഴുതയെ നടത്തിയ ശേഷം ആ കഴുതയ്ക്ക് സ്ഥാനമെത്തി. കഴുതയ്ക്ക് അറിയാമല്ലോ ആ സ്ഥാനത്ത് ആ വെള്ളത്തിൽ വീണാൽ ഭാരം കുറയും. അതുപോലെ തന്നെ കഴുത ആ സ്ഥാനത്തെത്തിയപ്പോൾ ആദ്യം വീണു. അപ്പോൾ സ്ഥലത്തെത്തിയപ്പോൾ വീണപ്പോൾ ആ കഴുത വീണപ്പോൾ എണീക്കുമ്പോൾ വല്ലാത്ത ഭാരമാണ്. എന്താ? ആ സ്പോഞ്ച് ആ വെള്ളത്തിൽ കുടിച്ച് ഉയരുമ്പോൾ അതിന് ഭാരം കൂടും. ഇത് നാം മനസ്സിലാക്കേണ്ടത് ചെറിയ ചെറിയ കടമ്പകൾ, അതായത് നമ്മളുടെ മുമ്പിൽ കിടക്കുന്നതായ ചെറിയ ചെറിയ കടമ്പകളെ നാം നിസ്സാരമായി കാണാതെ നാം നല്ല രീതിയിൽ നമ്മൾക്ക് മുമ്പിലുള്ള പ്രയാസങ്ങളും നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള നിസ്സാരമായത് കാണാതെ നല്ല രീതിയിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ നാം നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം നിറവേറ്റേണ്ടതുണ്ട്. ലക്ഷ്യം ആ പ്രലോഭനം തിരിച്ചും വാസ്തവത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ കാര്യങ്ങളിൽ നിന്നും നാം ആ പ്രലോഭനം നമ്മെ പിന്തിരിപ്പിക്കും. നാം ഒരു നല്ല രീതിയിൽ പഠിക്കാൻ തീരുമാനിച്ചു. മൊബൈൽ ഫോൺ വെച്ച് ഇപ്പോഴൊക്കെ ഡിജിറ്റലാണല്ലോ. ആ ഡിജിറ്റൽ മാർഗത്തോടു കൂടി നാം പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ, യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ, നമ്മുടെ ആകർഷിക്കുന്നതായ ഒരു വീഡിയോ നമുക്ക് കാണുമ്പോൾ നാം അതിലേക്കൊരു ക്ലിക്ക്. നാം പഠിക്കാൻ വിചാരിച്ചതോ നാം ഇന്ന വിഷയമാണ്, പരീക്ഷക്കാണ് പഠിക്കുന്നത്. ആ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമുക്ക് മുമ്പിലേക്ക് വന്ന ഒരു നോട്ടിഫിക്കേഷനിലൂടെ നമ്മൾ ചെന്നെത്തിയതോ ഒരു വിശാലമായ ഒരു സ്ഥലം. ലക്ഷ്യം നമ്മൾ തെറ്റി മാറി, ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറി ആ വീഡിയോയിലേക്ക് മാറി. നാം മനസ്സിലാക്കണം. അതേപോലെ തന്നെ നാം പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ നമ്മളെ കളിക്കാൻ വേണ്ടി വിളിക്കും, മറ്റു കാര്യങ്ങളിലേക്ക് വിളിക്കും. നാം ഒരു ലക്ഷ്യമായി ഒരു സ്ഥലത്തിരുന്നാൽ ആ ലക്ഷ്യം നിറവേറ്റുന്നത് വരെ നമ്മൾ അതിനെ പരിശ്രമിക്കണം. അതിൽ നിന്ന് മാറി നിൽക്കാതെ, അതിൽ നിന്ന് മറ്റൊന്നിലേക്കും ചിന്തിക്കാതെ ആ നേടിയെടുക്കുന്നത് വരെ നാം ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക തന്നെ വേണം. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു അഭിമാനത്തോടെ നിൽക്കാം. ഞാൻ ഇങ്ങനെയായി, ഞാൻ ഇത് നേടിയെടുത്തു, ഞാൻ അങ്ങനെയുള്ളവനായി എന്ന് നാം മനസ്സുറച്ച് നമുക്ക് പറയാം. ആരുടെ മുമ്പിൽ തലകുടിക്കാതെ നമുക്ക് നമ്മുടെ ഒരു അഭിമാനത്തോടു കൂടി, നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഒരു അഭിമാനത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമുക്ക് പ്രലോഭനമില്ലാത്ത വിജയത്തിലേക്ക് നമുക്ക് മാറിയെടുക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹന